നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ? ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ചേട്ടൻ്റെ വീട് പത്തനംതിട്ടയാണ്, എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും ഇറങ്ങി റെഡിയായി വന്നപ്പോഴത്തേനും വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റി വയ്ക്കുക കേട്ടോ. ആദൂട്ടിനെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നേക്കുന്നത്. അവൾ ഉറങ്ങുമ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആദൂട്ടി ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ് ആൾ. എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മൾ ആദ്യക്കുട്ടി ഇവിടെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവളെ കൊണ്ട് കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ കൊണ്ട് നടന്നു, അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പോകാനായിട്ടുള്ള സമയമായേ. നമ്മൾ മൂന്നുപേരും വേഗം റെഡിയായി ഇറങ്ങിയിട്ടു. ഞാനും ചേട്ടനും ആദ്യക്കുട്ടിയും കൂടെ പോകുന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വാവേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വാവക്കുട്ടി വണ്ടി കയറിയപ്പോഴത്തേനും ആൾ ഉറങ്ങാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ഇവളൊട്ടും സമ്മതിക്കത്തില്ല, നല്ല ബഹളം ഉണ്ടാകും. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ ഫുഡ് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയതിനു ശേഷം കുഞ്ഞിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അവർക്ക് 2-3 ദിവസമായിട്ട് നല്ല ചുമയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വാവേനെ അമ്മയുടെയും അച്ഛൻ്റെയും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ബാങ്കിലോട്ട് പോയി. ഞങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ബാങ്കിലോട്ട് പോയി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരാലോചന. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കാതെ നേരെ അടുക്കളയിലോട്ട് കയറി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പണി തുടങ്ങി. അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ്റെ വകയായിരുന്നു ബിരിയാണി, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ചിക്കൻ വറുത്തത്, പിന്നെ പപ്പടം. ചേട്ടൻ ഉണ്ടാക്കി ഒരു അടിപൊളി ചിക്കൻ കറിയുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.